ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എത്ര അലാം ക്ലോക്ക് വെച്ച് കഴിഞ്ഞാലും എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ, നമ്മുടെ കുക്കുടുമാണ് എന്നെ കാലത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആൾ. എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല, നല്ല ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. നാട്ടിലായിരുന്നപ്പോൾ അമ്മയ്ക്കായിരുന്നു ഈ ഡ്യൂട്ടി. ഇവിടെ വന്നേ പിന്നെ കുക്കുടുമാണ് കേട്ടോ ഈ ഡ്യൂട്ടി കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ സൗണ്ട് ഒരുമാതിരിയായിട്ടിരിക്കുകയായിരിക്കും. ഞാൻ ഇപ്പം തന്നെ എണീറ്റുള്ളൂ. എത്ര മണിയായി കുക്കുടു? 11:30. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്നത്തെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ എന്ന് പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. സൺഡേ ആണ് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും ഒരു മെഷീൻ ഡേ പോലെ ആയിരിക്കും. അതായത് നമ്മൾ കാലത്ത് എണീക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ സൺഡേ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള റൂമുകളിലെ ആളുകളൊന്നും എണീറ്റിട്ടില്ല. അത് കാരണം ഞാൻ പതുക്കെ സംസാരിക്കണം. കാരണം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും നേരത്തെയാണ് എണീറ്റിട്ടുള്ളത്. ഞാൻ ബ്രഷ് ചെയ്തിട്ട് പോലില്ല. അപ്പോൾ ഞാൻ ഇനി പോയി ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ, സ്കിൻ കെയർ. ആ ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 പ്രോഡക്ട്സും ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് കോജിക് ആസിഡിൻ്റെ ഒരു സിറാണ്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ സെറ്റഫിലിൻ്റെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ വീടിനകത്തിരിക്കുവാണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെയാണ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പിന്നെ കുറച്ചധികം മടിച്ചായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ യൂസ് ചെയ്യണം, അത് നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്, അത്ര തന്നെയുള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. സാധാരണ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടൊന്നിരുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനും അലീനയും ഈ സമയത്താണ് എല്ലാ ചർച്ചകളും ചെയ്യാറ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്നത്തെ ഡേ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചു കേട്ടോ. ഓക്കെ, നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ബാക്കിയുള്ള യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു സമയമായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വീഡിയോസ്, ഒരു 1-2 വീഡിയോസ് ബൾക്കായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ കേട്ടോ പതിവ്. വന്നിട്ട് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിടും. പിന്നെ അത് ഓരോ ദിവസം അങ്ങനെ അപ്ലോഡ് ആയിക്കോളൂ കേട്ടോ. കാരണം എല്ലാ ദിവസവും നമുക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ അതിലൊക്കെ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അത് സർപ്രൈസാണ്, ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇനി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലഞ്ചിൻ്റെ ടൈമായി. ഇന്ന് നമ്മൾ കഞ്ഞിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ കഞ്ഞിയുടെ കറികളായിട്ട് നമുക്ക് ഇവിടെ ക്യാബേജ് തോരനുണ്ട്, പിന്നെന്തുവാ അച്ചാറുണ്ട്, പയറ് തോരനാണെന്ന് തോന്നുന്നു, പിന്നെ കൊണ്ടാട്ടമുളകും ഉണക്കമീനും ഉണ്ട്, മോര് കാച്ചിയതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോ? അതായത് ഈ ബെഡ്ഷീറ്റ് ആയിരുന്നില്ല നമ്മൾ കാലത്ത് എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ്. അത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ റീക്യാപ്പ് അടിച്ചിട്ട് ആ മോർണിംഗ് ആ ഒരു ഭാഗം ഒന്ന് കണ്ടോട്ടോ. ഞങ്ങൾ കാലത്ത് കഴിച്ച സാമ്പാർ മൊത്തം നമ്മളുടെ കുക്കുടു ബെഡ്ഷീറ്റിന് കഴിക്കാൻ കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് മാറ്റി. ഇനി ഈ ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഈ കഞ്ഞി മൊത്തം മറച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എവിടെയാണ് നിർത്തിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് കഴിച്ചോടത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊരു വ്ളോഗായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിനി ഫുഡ് കഴിക്കും, ഡിന്നർ കഴിക്കും, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. പിന്നെ നാളെ ഓഫീസിൽ പോകും കേട്ടോ. അപ്പോൾ നാളെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അത് ഞാൻ ഇനി വരും വീഡിയോസിൽ എന്തൊക്കെയാണ് കാര്യം എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ഒരു കുഞ്ഞു ലിറ്റിൽ ബിറ്റ്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വ്ളോഗ് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതിൽ വളരെ ഭയങ്കര കാണാൻ മാത്രമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നല്ല, പക്ഷെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ എന്തായാലും ഈ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ആദ്യം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് ശേഷമായിരിക്കും കേട്ടോ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.